77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിന് അഭിമാന നേട്ടം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. മരണാനന്തര ബഹുമതിയായിട്ടാണ് VSന് പത്മവിഭൂഷൺ സമ്മാനിക്കുക. P നാരായണനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹിത്യ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജന്മഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരായിരുന്നു. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായി. കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന് മൊത്തം 8 പത്മ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ധനരാജ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പാർട്ടി ഫണ്ട് തിരിമറി വിവാദത്തിന് പിന്നാലെ നേതൃത്വവുമായി പരസ്യമായി ഇടഞ്ഞു നിൽക്കുന്ന കുഞ്ഞികൃഷ്ണൻ കടുത്ത അച്ചടക്ക ലംഘനമാണ് കാണിച്ചതെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്ത ശേഷം പുറത്താക്കൽ നടപടിയിൽ അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ മരുന്നും തുടർ ചികിത്സയും ഉറപ്പാക്കാൻ എല്ലാ പഞ്ചായത്തിലും പ്രത്യേക മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒപ്പം മെഡിക്കൽ ക്യാമ്പ് 5ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 വർഷം കൊണ്ട് 1/4 ലക്ഷം പേർക്കാണ് ക്യാമ്പിലൂടെ സൗജന്യ ചികിത്സ ലഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 2246 തിമിര ശസ്ത്രക്രിയകളും 44 മുട്ടുമാറ്റ ശസ്ത്രക്രിയകളും 116 പേർക്ക് കേൾവി സഹായികളുടെ വിതരണവും സൗജന്യമായി പൂർത്തിയാക്കി. കൂടാതെ പ്ലാസ്റ്റിക് സർജറി, സ്പെഷ്യാലിറ്റി സർജറികൾ, വിവിധ സ്കാനിങ്ങുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ച കേസിലെ പ്രതി കോൺഗ്രസ് നേതാവായ ദേവസ്വം വാച്ചർ കുമാരപുരം പൊത്തപ്പള്ളിക്ക് തെക്ക് വൈഷ്ണവത്തിൽ രാകേഷ് കൃഷ്ണനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു മോഷണം നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കാണിക്കത്തുക തരംതിരിച്ച് എണ്ണിക്കെട്ടുകളിലാക്കി പെട്ടികളിൽ സൂക്ഷിച്ചിരുന്നു. പണം കൊണ്ടുപോകാനായി ബാങ്ക് ജീവനക്കാർ എത്തിയപ്പോൾ സംശയകരമായി രാകേഷ് കൃഷ്ണൻ ചുറ്റിത്തിരിയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ കാണുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിനിടയിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ നിന്നും 32,000 രൂപ പിടിച്ചെടുക്കുകയുമായിരുന്നു. BJPയിൽ ചേർന്ന മുൻ ദേവികുളം MLA S രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി CPIM നേതാവ് M. M. മണി. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാമെന്ന് M. M. മണി പറഞ്ഞു. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് തന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർത്തു കളയുമെന്ന പ്രത്യേക ആംഗ്യത്തോടെ M. M. മണി ഭീഷണിപ്പെടുത്തി. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ലെന്നും M. M. മണി പറഞ്ഞു. മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു M. M. മണിയുടെ ഈ പ്രതികരണം. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM. ദുബൈയിൽ നിർണായക ചർച്ചകൾ എന്ന സൂചന പുറത്ത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിർണായക വിവരമാണ് വിശ്വസനീയ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മഹാപഞ്ചായത്തിലെ അവഗണനയിൽ തരൂർ അതൃപ്തിയിലാണ്. ഇന്ന് രാവിലെയാണ് ശശി തരൂർ ദുബൈയിലേക്ക് തിരിച്ചത്. സംസ്ഥാനത്തെ സ്കൂൾ പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ പുസ്തകങ്ങൾ സജ്ജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ 597 ടൈറ്റിലുകൾ വികസിപ്പിച്ചതായും അവയ്ക്ക് അനുയോജ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞതായും മന്ത്രി വിശദീകരിച്ചു. ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന, അവർക്കാവശ്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കങ്ങൾ നടത്തുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു.
പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അശ്വേഡ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നതിന്റെ പ്രഖ്യാപനം ഇത്തവണ സംസ്ഥാന ബജറ്റിലുണ്ടാവും. ജീവനക്കാരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയായിരിക്കും പദ്ധതി നടപ്പാക്കിയെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ക്ഷാമബത്തയിൽ 2 ഗഡുവെങ്കിലും നൽകാനും ശമ്പള പരിഷ്കരണത്തിനും ബജറ്റ് നിർദ്ദേശമുണ്ടായിരിക്കും. പങ്കാളിത്ത പെൻഷൻ വേണ്ടെന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ കക്ഷിഭേദമില്ലാതെ സമരത്തിലായതോടെയാണ് 2023 ബജറ്റിൽ സർക്കാർ പിന്മാറ്റ പ്രഖ്യാപനം നടത്തിയത്. 2026 ആയിട്ടും പക്ഷേ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അതിവേഗ റെയിലിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തായാലും അതിവേഗ റെയിൽ വരട്ടെ. സിൽവർ ലൈനെ UDF എതിർത്തത് പാരിസ്ഥിതികവും സാമ്പത്തികവുമായ വിഷയത്തിന്റെ പേരിലാണ്. അതിന് പ്രോപ്പറായ DPR ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. റെയിലിനെ എതിർത്തു എന്നതിന് അർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ട എന്നല്ലെന്നും വി ഡി സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.